കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബി.ജെ.പി. ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. 2 മണിക്കൂറിന് ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ബിന്ദുവിനെ പുറത്തെടുത്തത്. 14-ാം വാർഡ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം ജില്ലാ കളക്ടർ അന്വേഷിക്കും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മരിച്ച ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അവിടെ കുടുംബാംഗങ്ങൾ പ്രതികരിക്കുമ്പോഴും അവർ പറഞ്ഞത് തികച്ച അനാസ്ഥയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം മന്ത്രിമാർ എത്തിയിട്ട് പോലും കെട്ടിടത്തിനുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു കാര്യം അവർ അറിഞ്ഞില്ലേ എന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിക്കുകയാണ്. അത് സാധാരണക്കാരന്റെ ഒരു ചോദ്യം കൂടിയാണല്ലോ. കാരണം മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ട് പോലും ഇത്തരം ഒരു അത്യാഹിതം അവിടെ സംഭവിച്ചത് അറിഞ്ഞില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണല്ലോ. ദേവിക പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ബന്ധുക്കളുടെ എല്ലാവരുടെയും തന്നെ അത് ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവരെല്ലാം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ ഈ അപകടത്തിന് ശേഷം അപകടം ഉണ്ടായ നിലയിലേക്ക് ആ കെട്ടിടത്തെ എത്തിച്ച അത് തുടർന്ന് വന്ന ഒരു വലിയ വീഴ്ച ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ അപകടത്തിന് ശേഷം വേഗത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുണ്ടായ തടസ്സങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ആരോഗ്യമന്ത്രി അടക്കം അതിനുശേഷം പറഞ്ഞിരുന്നത് ആരും ആ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതായിരുന്നു. അത് വിശ്വസിച്ച് കൂടുതൽ തെരച്ചിലുകളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. പിന്നീട് ബിന്ദുവിനെ കണ്ടെത്തുന്ന സമയത്ത് പോലും ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ അല്പം മുന്നേ കാണുകയായിരുന്നു എങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്ന, അതിവേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ കഴിയുമായിരുന്ന ഒരു ജീവൻ തന്നെയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അവരുടെ എല്ലാവരുടെയും വാക്കുകളിൽ കൃത്യമായ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ബന്ധുക്കൾ സംസാരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും എല്ലാം തന്നെ അവരെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു സർക്കാർ തലത്തിലും അധികൃതരുടെ ഭാഗത്തു നിന്നുമെല്ലാമുള്ള വീഴ്ചയാണ് ഈ ഒരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി ബിന്ദു ആശുപത്രിയിൽ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയി വരികയായിരുന്നു. മകൾ ഏതാണ്ട് ഡിസ്ചാർജ് ആകുന്ന ഒരു സമയത്ത്, ആശുപത്രി വിടാൻ കഴിയുന്ന സമയത്താണ് അവിടെ മറ്റൊരു അപകടം ഈ നിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് വാർത്തകൾ വരുമ്പോൾ പോലും ഒരു സ്ത്രീ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ പോലും ഈ ഒരു ആളുകൾ ഒരിക്കലും ആ കാര്യങ്ങളൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഈ അപകടങ്ങൾ ഇതിൽ ഉണ്ടായത് എന്നെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പരിസരത്തുള്ള ആളാണ്. ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു 2005-10 കാലയളവിൽ. ഈ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഇപ്പോഴിവിടെ കരയുന്ന നമ്മുടെ സീതാമ്മ എന്നെ ഒരു മോളെ പോലെയാണ് ചേർത്ത് നിർത്തിയത്. അതുപോലെ തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ എൻ്റെ തലയിൽ കൈതൊട്ട് വെച്ച് അനുഗ്രഹിച്ച് മോള് ജയിക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും ആ സ്നേഹബന്ധമുണ്ട്. അതാണ് ഞാനിത് കേട്ടറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഓടി ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ ബിന്ദു ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇത്രയും നല്ലൊരു പെൺകുട്ടി നമ്മുടെ ഈ പരിസരത്തില്ലെന്ന് വേണം പറയാൻ. അതായത് കഷ്ടപ്പെട്ടാണ് 2 മക്കളെ പഠിപ്പിച്ച് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത്. നമ്മുടെ തലയോലപ്പറമ്പിലെ ശിവാസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് ജോലി നോക്കുന്നത്. അവിടെ തന്നെയായിരുന്നു ജോലി നോക്കുന്നത്. ഞാൻ അവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ വാങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവിടെ പോയിരുന്നു. ഞങ്ങൾ വർത്താനം പറഞ്ഞ് ചിരിച്ച് പിരിഞ്ഞതാണ്. ഇപ്പോൾ ഈ വാർത്ത കേട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തി. സഹിക്കാൻ പറ്റുന്നില്ല. ഈ അമ്മയുടെ കാര്യത്തിൽ ഒട്ടും, അതായത് ആ അമ്മയെപ്പോലെ സ്നേഹമുള്ള ഒരു അമ്മ ഈ ഭാഗത്തില്ലെന്ന് വേണം പറയാൻ. മുഴുവൻ ബിന്ദു അവരുടെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. അതുതന്നെ അവരുടെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. അതാണ് അമ്മ അങ്ങനെ പറഞ്ഞു. ജോലി ആയിരുന്നു മക്കള് മോള് നേഴ്സിംഗ് പഠിച്ചിട്ട്, എൻ്റെ മോനൊരു പ്രൈവറ്റ് ജോബ് താമസിപ്പിച്ചതാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ സംഭവം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷാദൗത്യം അവിടെ വരികയും JCB വരികയും നോക്കുന്നത്. ഒരു രോഗിക്ക് വിട്ടിരിക്കാൻ അമ്മ കുളിക്കാനായിട്ട് പോയി 2 മണിക്കൂർ വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനിടയിലുണ്ട്. പക്ഷേ മന്ത്രിമാർ പറഞ്ഞു അതിനിടയിൽ ആരുമില്ല. സംശയം ഭർത്താവ് പറഞ്ഞു. അതെ അതിനിടയിൽ ആരുമില്ല എന്ന് പറഞ്ഞ് രക്ഷാദൗത്യം അവിടെ നോക്കി 2 മണിക്കൂർ കഴിഞ്ഞാണ് JCB അവിടെ ചെല്ലുന്നത്, നോക്കുന്നത്. പക്ഷേ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ ബിന്ദു രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് പോലും ചെറിയ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ആ രീതി വളരെ ജനരോഷമാണ് ഇവിടെ മുഴുവൻ ആളിക്കത്തുന്നത്. ജനങ്ങൾ മുഴുവൻ രോഷാകുലരാണ്. യുവജന സംഘടനകളുടെ സമരത്തിലാണ്. തീർച്ചയായിട്ടും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായിരിക്കുകയാണ്. അതുതന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ എന്താണ്,
സിസ്റ്റം ഇപ്പം മനസ്സിലായില്ലേ സിസ്റ്റം എന്താണെന്നുള്ളത്. ഒരു ബാത്റൂം പോലും നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് അവിടെ ഉപയോഗിക്കാറില്ലായിരുന്നു, പക്ഷേ അത് കള്ളം പറഞ്ഞതാണ്. ഇന്ന് ഈ നിമിഷം വരെ ആ ബാത്റൂമിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, നമ്മൾ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത്ര ഒരു ദാരുണ സംഭവം ഉണ്ടായി. ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു ഈ പരിക്കേറ്റവരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കൊണ്ട് ഇപ്പോൾ കാര്യമായ പരിക്കൊന്നുമില്ല, ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ഗുരുതരമായ പരിക്ക് ആർക്കുമില്ല. എത്ര പേർക്ക് പരിക്കുണ്ട്? 2 പേരെയാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്, ഗുരുതരമായ അവർ കയറിയതാണെന്നാണ് പറഞ്ഞത്. ഇത് കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു. അല്ല, ഇതും അത് അടച്ചിട്ടിരിക്കായിരുന്നു. മാറാൻ പോവല്ലേ, പുതിയ വെട്ടം പണിത് തീർന്നു. പക്ഷേ അതാണ് പറയുന്നത്, അതായത് ശരി, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതിനുള്ളിൽ 2 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരാളുടെ പരിക്കുകളെ കുറിച്ചും ഇപ്പോൾ വി എൻ വാസവൻ സംസാരിച്ചു. ഇപ്പോൾ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളും മറ്റുള്ളവരും പ്രതികരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നു അവിടുത്തെ റിപ്പോർട്ടും പ്രകാരമാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും അത് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഇത് എന്തായാലും കെടുകാര്യസ്ഥ ആരോഗ്യത്തിൻ്റെ കെടുകാര്യസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ. എടുത്ത് പുറത്തേക്ക് എടുക്കാനും താമസം വന്നു. JCB വരാനും അവർ പറഞ്ഞ ആളിൻ്റെ അടിയിൽ ആളുണ്ടെന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു പറഞ്ഞു. എല്ലാം കൊണ്ടും ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥ തന്നെയാണ് സംഭവിച്ചത്. ആ സമയത്ത് നടക്കായിരുന്നു തീർച്ചയായിട്ടും. അതെ അതെ അതെ. ദേവിക, നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം അവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ രോക്ഷത്തോടെ പ്രതികരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. വലിയൊരു വീഴ്ച ആരോഗ്യവകുപ്പിൻ്റെയും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. 2 മണിക്കൂർ താമസിച്ചാണ് അവിടെ പരിശോധനകൾ ആരംഭിച്ചത്. അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന്, കാരണം ബിന്ദുവിനെ കാണാനില്ല 2 മണിക്കൂറായിട്ട്. ഈ ഒരു അപകടത്തിന് ശേഷം തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന കാര്യം അദ്ദേഹം മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സംഭവ സ്ഥലം സന്ദർശിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. അപകട സ്ഥലം സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം രൂക്ഷമാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ അവിടെ ഉണ്ട്. മുഖ്യമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കാനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ വസതിക്ക് മുന്നിലും വലിയ പ്രതിഷേധം. കോട്ടയത്ത് അവലോകന യോഗത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപകട സ്ഥലം സന്ദർശിക്കുന്നതിനായി വി എൻ വാസവനടക്കം അവിടെ ഉണ്ട്. അധികൃതരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കാം മുഖ്യമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മിഥുൻ മുരളി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അപകട സ്ഥലം ഉടൻ തന്നെ സന്ദർശിക്കും. ജിജീഷ് കരുണാകരൻ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. ജിജീഷ്, ഇപ്പോൾ നാട്ടുകാരും പരിസരവാസികളും എല്ലാം പറയുന്നത് വലിയൊരു അനാസ്ഥയുടെ ഭാഗമായി തന്നെയാണ്. കാരണം കുറച്ച് മണിക്കൂറുകൾ മുൻപ്, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മുൻപ് ബിന്ദുവിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ കൂടുതൽ ചികിത്സ നൽകി ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും നമ്മളോട് സംസാരിച്ച ആളുകളെല്ലാം തന്നെ കൗൺസിലർ അടക്കം, മുമ്പ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച, ഇപ്പോൾ മറ്റൊരു വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ അടക്കം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വലിയ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിവേഗത്തിൽ ആളുകൾ ഉണ്ട് എന്ന് കരുതി തന്നെയുള്ള പരിശോധനകളും സെർച്ചും അതിനവിടെ നടത്തണമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്നത് തന്നെയാണ് ബിന്ദുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. കാരണം ആ കോൺക്രീറ്റ് ഭാഗങ്ങൾ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പോലും ജീവൻ്റെ ഒരു തുടിപ്പ് ബിന്ദുവിൽ അവശേഷിച്ചിരുന്നു. അങ്ങനെ ഒരാളെ ഒരല്പം മുന്നേ കണ്ട് ചികിത്സിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അടിയന്തര ചികിത്സകൾ നൽകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. 2 മക്കൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. ആ പ്രായമായ അമ്മയ്ക്ക് അവരുടെ പ്രിയപ്പെട്ട മകളെ നഷ്ടമാകില്ലായിരുന്നു. കുടുംബത്തിന് നാഥ
ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകില്ലായിരുന്നല്ലോ എന്ന ഒരു സങ്കടം അത് അവരുടെ മനസ്സുകളിലെല്ലാം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഓരോരുത്തരും പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ബിന്ദു എന്ന കാര്യം നേരത്തെ നമ്മളോട് സംസാരിച്ച പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം കൂടുതൽ നല്ല വിദ്യാഭ്യാസം അവർക്ക് നൽകണം, കൂടുതൽ മികച്ച രീതിയിൽ നല്ല ജോലി അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നെല്ലാം കരുതി ഒപ്പത്തിനൊപ്പം തന്നെ അധ്വാനിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ബിന്ദു. നേരത്തെ അവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റ് സഹപ്രവർത്തകരെല്ലാം വന്ന് സംസാരിച്ചിരുന്നു. അവരെങ്ങനെയാണ് ഈ ഒരു സമയത്ത്, കാരണം അവർക്കാർക്കും ഒരു ഘട്ടത്തിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. തുടക്കത്തിൽ ഇങ്ങനെ വരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടമുണ്ടായിട്ടുണ്ട്, പിന്നീട് വാർത്ത വരുന്നു ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ പോലും അത് ഇവിടെ നിന്നുള്ള ഒരാളായിരിക്കുമെന്ന് അവർ ഒരിക്കലും, ബിന്ദു എന്നാണ് പേരെന്ന് പറയുന്നതും ചിത്രങ്ങൾ, ഫോട്ടോ ഈ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുകയും എല്ലാം ചെയ്തപ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന കാര്യം അവർ ഓരോരുത്തരും അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ അറിഞ്ഞവർ ഓരോരുത്തരും ഇവിടെ വന്നു പോകുന്നു. ഈ അയൽക്കാരുണ്ട്, മറ്റ് കുടുംബാംഗങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, അങ്ങനെയുള്ളവരെല്ലാം വന്നു പോകുന്നു. അവരെല്ലാം അന്വേഷിക്കുന്നത് വേണ്ട കുടുംബാംഗങ്ങളെ തന്നെയാണ്. കാരണം ബിന്ദു ബാക്കി വെച്ചു പോയ സ്വപ്നങ്ങൾ, ഇപ്പോഴും പൂർത്തിയാകാത്ത ആ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ യാത്രയാകുമ്പോൾ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു ഓരോ കുടുംബാംഗങ്ങൾ. ഈ ഒരു സ്ഥിതിയിൽ മറ്റൊരു ആഘാതം കൂടി നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. സംബന്ധിച്ചിടത്തോളം അമ്മയെ ദിവസങ്ങളിലെല്ലാം, ഇന്നലെ പോലും അതിന് തൊട്ട് മുമ്പുള്ള ദിവസം തനിക്ക് ഭക്ഷണം എത്തിച്ചിരുന്ന, തന്നെ നോക്കിയിരുന്ന, പരിചരിച്ചിരുന്ന അമ്മ അതേ ആശുപത്രിയിൽ വെച്ച്, താൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അതേ ആശുപത്രിയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് അവർ എത്തിയെന്ന് പറയുമ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ വേദനകളെ എങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയാത്ത, ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു നിലയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മൃതദേഹം പൊതുദർശനത്തിന് നാളെ വെക്കുന്നതിന് മുന്നോടിയായി ഇവിടെ പന്തലുകൾ കെട്ടുന്നു. മറ്റ് നടപടികളെല്ലാം തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ കാണുന്നത്. പുറത്ത് ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായ സ്ത്രീകൾ നിൽക്കുന്നു. പുറത്ത് മറ്റ് നിരവധി ആളുകൾ, അയൽക്കാരെല്ലാവരും തന്നെ അവിടെ വന്ന് ഇവിടെ നിൽക്കുന്നു. നേരത്തെ അവരെല്ലാവരും തന്നെ പല ഘട്ടങ്ങളിലായി നമ്മളോട് പല തവണകളിലായി പ്രതികരിച്ചിരുന്നു. അവരുടെ ഒരു ദുഃഖങ്ങൾ, വിഷമങ്ങൾ എല്ലാവരും തന്നെ അവർ പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തിരുന്നു. തൊട്ടടുത്താണ് എവിടെയാണ്? നേരിട്ട് അറിയാവുന്നതല്ലേ? എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഒരു മണിയായപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ബിന്ദുവാണെന്ന് മനസ്സിലായത്. അതൊരു വലിയ ആഘാതം തന്നെയാണ്. തൊട്ടടുത്ത് തന്നെയാണോ? അല്ല, എന്നോട് വൈക്കത്താണ്. എൻ്റെ വല്യമ്മയുടെ മോളാണ്. കുടുംബം? അതെ, എന്താണ് ഉച്ചയോടുകൂടി അറിയുന്നത്. ഒരു ന്യൂസിനകത്തും കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അതെ, പുറത്തെടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള ഒരു താമസം 2 മണിക്കൂറോളം അകപ്പെട്ടു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ രക്ഷപ്പെട്ടേനെ സംഭവിച്ചു. മക്കൾക്കൊക്കെ ജോലിയൊക്കെ ആയിരുന്നു? മക്കളുടെ കാര്യത്തിൽ 2 പഠിക്കുന്ന പിള്ളേരാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ വീടിൻ്റെ അത്താണിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ നഴ്സിംഗ് പഠിക്കും, ഒരാൾ നഴ്സിംഗ് പഠിക്കുന്നു, ഒരാൾ സിവിൽ പാസ്സായി. കഴിഞ്ഞിടയ്ക്ക് മറ്റേതൊരു ട്രെയിനിങ്ങിന് കയറിയത്. മറ്റേ ആൺകുട്ടി അതെ, ആൺകുട്ടിയാണ്. സിവിൽ എഞ്ചിനീയറിങ് പഠിച്ച് ഓൺ നഴ്സിംഗ് പഠിക്കുകയാണ്. ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ. അതെ, ഹസ്ബൻഡ് മേശരിപ്പണിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയായിരുന്നു നോക്കിയിരുന്നത്. ഓക്കെ, ഇവിടെ താഴത്തെ അടുത്ത് ഒരു പാടം ഉണ്ട്, അതിന് വരട്ടെ. കുറച്ചങ്ങ് പോയാൽ മതി. ഇപ്പം പെട്ടെന്ന് ഈ ന്യൂസെല്ലാം അറിയണം. നമ്മൾ വർക്കിനൊക്കെ പോയേക്കുമായിരുന്നു, പെട്ടെന്ന് അറിയണം. എപ്പോഴും ഇതിലൊക്കെ പോകണമെങ്കിൽ കണ്ടോണ്ടിരിക്കണേ.
അപകടം നേരത്തെ അറിഞ്ഞിരുന്നു, ഇങ്ങനെ കെട്ടിടം തകർന്നു എന്ന് ആദ്യം അറിഞ്ഞു? അത് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോൾ അറിയണത്. പിന്നെ മൊബൈലിലൊക്കെ നോക്കി, പിന്നെ തലവുമ്പിലെ ആളെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ അന്വേഷണമായി. മൊത്തം തലയോലപ്പറമ്പ് എന്നുള്ളൊരു ബന്ധുവാണ് മരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ മൊത്തം അന്വേഷണമായി. അപ്പോഴാണ് അത് നമ്മളെ അയൽക്കാർ തന്നെയാണ്. അതെ അതെ. പിന്നെയാണ് നമുക്ക് ഉമാവുന്നലാണ് ഇവിടെയാണെന്നുള്ള അറിവ് കിട്ടിയത്. തൊട്ടടുത്ത് മരണം ഞങ്ങൾ ടി വികളൊക്കെ കണ്ടായിരുന്നു. അന്ന് കേട്ട ആദ്യം പെണ്ണിൻ്റെ പടം മാത്രമേ കണ്ടുള്ളൂ. പിന്നീട് ഭർത്താവിനെ കണ്ടപ്പോൾ ചെറുപ്പം മുതൽ അറിയുന്ന ആളല്ലേ? അതെ അതെ, വർഷങ്ങളായിട്ട് പാവം നല്ലൊരു പെണ്ണായിരുന്നു. കുടുംബം പോറ്റാൻ വേണ്ടി ഒരുപാട്. പിന്നെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഒരു ടെക്സ്റ്റൈൽ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി. ആർക്കും ഒരു കുറ്റം പറയാവുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 2 മണിക്കൂറോളം അവരെ അതിനകത്ത് കിടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് എത്രമാത്രം അതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിപ്പം അത് ഇടപെട്ട ആളുകളുടെ ഉത്തരവാദിത്തമില്ലാതെ അനാസ്ഥ തന്നെയാണ്. അനാസ്ഥയ്ക്ക് കൊടുത്തൊരു വിലയാണ് ഈ ജീവൻ. അതെ, പറയാതിരിക്കാൻ പറ്റിയ. ദേവിക ഇപ്പോഴും നമ്മളോട് സംസാരിച്ച ആളുകളാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, അപകടത്തിലേക്ക് നയിച്ച ആ ഒരു സാഹചര്യങ്ങൾ, മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ. മറ്റൊന്ന്, അത് ഉൾക്കൊള്ളേണ്ടി വന്ന ഒരു സ്ഥിതി, സാഹചര്യം എന്നിവ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് വരുന്നു. കാരണം വൈകി അറിഞ്ഞ ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോഴാണ് ഒരു ഇതറിയുന്നത്. അറിഞ്ഞ് ഓടി വരുന്നു വീട്ടിലേക്ക്. കാരണം അവർക്കെല്ലാം ഏറ്റവും അടുത്തറിയാവുന്ന ആൾ തന്നെയായിരുന്നു ബന്ധു. കാരണം കുടുംബശ്രീ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന, വലിയ കൂട്ടായ്മകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന, അതിലെല്ലാം സജീവമായിരുന്ന ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം ആ ബിന്ദുവിനെ. കാരണം ഒന്ന് ജീവിക്കാനുള്ള ഒരു നെട്ടോട്ടം ഒരു ഭാഗത്ത് നടത്തുമ്പോഴും, അത് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോയും എല്ലാം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അതേ സമയത്ത് സമൂഹത്തിന് അതിൻ്റെ കാര്യത്തിൽ കൂടി ഇടപെടുന്ന, പൊതുവായ വിഷയങ്ങളിൽ കൂടി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ. എല്ലാവരും ഒരേ വാക്കുകളിൽ തന്നെ പറയുന്ന കാര്യവും അതുതന്നെയാണ്. അങ്ങനെ ഒരാളെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന, അയൽക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴം അത് വലുത് തന്നെയാണ്. ഇനി അറിയേണ്ടത് എപ്പോഴായിരിക്കും ഇവിടെ ഒരു മൃതദേഹം എത്തിക്കുക, നാളെ എപ്പോൾ കൊണ്ടുവരുന്നു, എപ്പോഴായിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്ന കാര്യങ്ങൾ, സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞോ സംസ്കാരത്തിൻ്റെ തീയതി? അല്ലെങ്കിൽ നാളെ ഒരു 11 മണി. നാളെ 11 മണിക്ക് ഇന്ന് മുട്ടിയറ വയ്ക്കും. നാളെ 11 മണി മുട്ടിയറ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. നാളെ 11 മണി. 7 മണിക്ക് എടുക്കും. ഇല്ല, 7 മണിക്ക് ഇവിടെ വരും. ഇവിടെ പൊതുദർശനത്തിന് ശേഷം 11 മണി. എവിടെയാണ് സംസ്കാരം? വീട്ടുവളപ്പിൽ തന്നെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബന്ധുക്കളൊന്നും ദൂരെയൊന്നും ഒരുപാട് ദൂരെയൊന്നും വരാണ്ട്. കൊല്ലത്തുനിന്ന് പിന്നെ ഒരു പയ്യനുള്ള പുള്ളി വരികയില്ലെന്ന്, ചേടത്തിയുടെ മകൻ വരാൻ അസൗകര്യമുണ്ട്. പുള്ളിക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തത് നമുക്ക്. പുള്ളിക്ക് വരാൻ എന്തോ അസൗകര്യമുണ്ട്. അപ്പം നാളെ ഒരു 11 മണിയോടുകൂടി എൻ്റെ ഒരു വിനോദം പെങ്ങളാണ്, വലിച്ചിൻ്റെ മോളാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ കൂടി ചേരുകയാണ്. മിഥുൻ അയ്യപ്പൻ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് അവലോകന യോഗത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അപകട സ്ഥലം സന്ദർശിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ പ്രതിഷേധം രൂക്ഷമാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ്, ആ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തി അവലോകനം ഏതാണ്ടൊരു 10 മിനിറ്റ് സമയം മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സ്ഥലം സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ള മറുപടി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ നൽകിയിട്ടില്ല. നേരത്തെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആദ്യം എത്തിയത് ഈ അവലോകന യോഗ സ്ഥലത്തേക്കാണ്. ഒരു പക്ഷേ സംഭവ സ്ഥലം സന്ദർശിക്കാൻ തന്നെ അദ്ദേഹം മടങ്ങും. പക്ഷേ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധമടക്കമുള്ള പ്രതിഷേധങ്ങളും ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മറുപടി നൽകാനോ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു മാധ്യമങ്ങളെ തടയുന്നു. കൈരളി ചാനലിന് മാത്രമാണ് ഉള്ളിൽ പ്രവേശനമുള്ളതെന്നൊരു പരാതി കൂടി ഉയർന്നു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ മറ്റു മാധ്യമങ്ങളെല്ലാം പുറത്താക്കുകയും അതുപോലെ തന്നെ കൈരളി ടി വി മാത്രമാണ് അകത്തേക്ക് ഈ അവലോകന യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും മറ്റും അനുവദിച്ചത്. മറ്റുള്ളവരെല്ലാം താഴെ വെച്ച് തടയുകയാണ് ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. പക്ഷേ പിന്നീട് കൈരളി ടി വി അടക്കമുള്ളവരെ താഴേക്ക് ഇറക്കി ഈ യോഗത്തിന് ശേഷം അവരെല്ലാവരും ഇറങ്ങി വരികയാണ് ഉണ്ടായത്. മറിച്ച് മറ്റ് മാധ്യമങ്ങളെല്ലാം തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകട സ്ഥലം സന്ദർശിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. അപകട സ്ഥലം സന്ദർശിക്കാതെ തന്നെ മടങ്ങുന്നു മുഖ്യമന്ത്രി, മറ്റ് ഔദ്യോഗിക പരിപാടികളിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിലെത്തി ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു വീണ ജോർജും അതുപോലെ തന്നെ VN വാസവനും ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവിടെ എത്തി സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനിടയിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയത്. മുഖ്യമന്ത്രി രാവിലെ മുതൽ ഈ കോട്ടയം ജില്ലയിലുണ്ട്. മേഖലാ അവലോകന യോഗവുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം, ഇടുക്കി, കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരുടെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ മറ്റുള്ളവരെല്ലാം തന്നെ അടങ്ങുന്ന ഒരു അവലോകന യോഗം ഇവിടെ നടന്നിരുന്നു. ആ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവലോകന യോഗം ആരംഭിച്ച ആ സമയത്ത് തന്നെയാണ് ഇവിടെ മെഡിക്കൽ കോളേജിലെ അപകടം ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ മന്ത്രിമാർ അവിടെ എത്തിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി അത്തരം ഔദ്യോഗിക ചടങ്ങുകളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 5 മണിയോടടുത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് എത്തിയത്. അപകട സ്ഥലത്തേക്ക് സന്ദർശിക്കാൻ എത്താതെ മടങ്ങുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നു. അവലോകന യോഗത്തിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപകട സ്ഥലം അദ്ദേഹം ഉടൻ തന്നെ സന്ദർശിക്കും. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. മാത്രവുമല്ല പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിലായി നടത്തിവരുന്നു. മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം രൂക്ഷമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിന് മുന്നിലും വലിയ പ്രതിഷേധമാണ്. ആരോഗ്യമന്ത്രിക്ക് നേരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉടലെടുക്കുന്നു എന്ന് പറയേണ്ടി വരും. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്നു എന്നൊരു വിവരം കൂടി ഒരു മണിക്കൂറിൽ മനസ്സിലാക്കേണ്ടി വരും. കാരണം മറ്റു മാധ്യമങ്ങളെ ഒന്നും അകത്തേക്ക് കയറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൈരളി ചാനലിന് മാത്രമായിരുന്നു ഉള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. മറ്റു മാധ്യമങ്ങളെ തടയുന്നൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കാതെ അവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി മടങ്ങി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അപകട സ്ഥലത്ത് സന്ദർശനത്തിനായി മുഖ്യമന്ത്രി അല്പസമയം മുൻപ് എത്തിയിരുന്നു. ഇപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രാഥമികമായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് മെഡിക്കൽ കോളേജിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഒരു കാരണവശാലും ഉണ്ടായില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് മണിക്കൂറുകളോളം വൈകി എന്നുള്ളതാണ്. കെട്ടിടം തകർന്ന ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു വാർഡിൻ്റെ എൻഡിൽ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട്
കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊളിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്, കെട്ടിടം തകർന്നു തന്നെയല്ല. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി കണ്ടിട്ടില്ല, എനിക്ക് കാണാതെ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കെട്ടിടമാണ്, അത് 2 നിലയിലെ ബാത്റൂം അടച്ചിരുന്നു, പക്ഷേ മുകളിലത്തെ നിലയിലെ ബാത്റൂം പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു അത് വിശദമായി എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നാളെ രാവിലെ തന്നെ വന്നിട്ട് അന്വേഷണം ആരംഭിക്കും. തീർച്ചയായിട്ടും. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഞാനൊരു ഒരാഴ്ച ജില്ലാ കളക്ടറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഈ ഒരു വലിയൊരു അപകടത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കെട്ടിടം തകർന്നതായി കാണേണ്ടതില്ല. പകരം കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഒരു സ്ലിപ്പിംഗ് ഉണ്ടായി എന്നുള്ള രീതിയിൽ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയത്. അതേസമയം തന്നെ നാളെ രാവിലെ തന്നെ വിശദമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കും. താൻ അവിടെ ആളുകൾക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള മേഖലയായിരുന്നു, അവിടേക്ക് ആളുകളെ കടത്തിവിട്ടിരുന്നില്ല എന്നടക്കമാണ് പ്രാഥമികമായി പറയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അമാന്തമുണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് പ്രാഥമികമായി വിലയിരുത്തി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടറെ അന്വേഷിച്ച് മറുപടി നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ VM വാസവനും വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ജില്ലാ കളക്ടറുടെ പ്രതികരണം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ രാവിലെ 10:30 അപകടമുണ്ടായി, ഇപ്പോൾ സമയം വൈകിട്ട് 5:30 ഈ സമയമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ വ്യക്തമായി ഇത് കണ്ടിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വ്യക്തമായി കണ്ടതിന് ശേഷം പഠിച്ചതിന് ശേഷം മറുപടി നൽകാമെന്ന് പറയുന്നു. ഈ സംഭവം ഉണ്ടായിട്ടും ഈ നിലകൾ തകർന്ന് വീണിട്ടില്ല എന്ന് പോലും കളക്ടർ പറയുന്നത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. ഈ മൂന്ന് നില കെട്ടിടത്തിൻ്റെ 2 നിലകൾ 3 നിലകൾ തന്നെ പൂർണ്ണമായും നിലം പൊത്തിയിരുന്നു. 3-ാം നിലയുടെ മേൽക്കൂര മാത്രമാണ് ഇപ്പോൾ ആ കെട്ടിടത്തിൽ അവശേഷിക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ തകർന്നു വീണിരുന്നു. അതൊരു വീഴ്ചയല്ല, ഒരു മതിലിൻ്റെ ഭാഗം, ആ കെട്ടിടത്തിൻ്റെ ഒരു മതിൽ ഭാഗം സ്ലിപ്പായിട്ടാണ് അതിനെ പരിഗണിക്കേണ്ടത്, ഒരു കെട്ടിട തകർച്ചയായി പരിഗണിക്കരുത് എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. പ്രാഥമികമായി പറയുന്നു. ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്ത സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നാളെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഇപ്പോൾ കോട്ടയം ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നു. ശരി, എന്തായാലും ഇതിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഇടവേളയ്ക്ക്